ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ റബ്ബർ എസ്റ്റേറ്റുകൾക്കകത്തൂടെയൊക്കെ ഇങ്ങനെ പോവുമായിരുന്നല്ലേ. അത് കഴിഞ്ഞ് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേനും നമ്മൾ ആ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം കാടിൻ്റെ നടുക്ക് ഉള്ളൊരു ചെറിയൊരു കടയാണ്. അവിടെ എന്ന് സദ്യയായിരുന്നു. സദ്യ അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം ഓരോന്നായിട്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇഞ്ചിക്കറിയും പച്ചടിയും അവിയലും തോരനും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയാലോ, ഭംഗിയൊക്കെ ആസ്വദിച്ച്. അതെ, ആ ഒരു കയ്പും കുത്തലും ആ രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ മധുരം ചേർക്കും. അമ്മയുടേത് പുളിയിഞ്ചി. ആ എന്തോ മുട്ടായി. ബീട്രൂട്ടും ദോശമാവോ? ദോശമാവിനകത്ത് ബീട്രൂട്ട് അരച്ചു വെച്ചത്. കുരങ്ങനെ കണ്ടോ കാഞ്ചി? ഫുള്ള് കുരങ്ങ ചാടി വന്നു. ഒരു ബേബി ആയിട്ട് നിക്കുന്നു. കുഞ്ചോ തെങ്ങനല്ലടാ, ഇനി ചാച്ചിക്ക് വേണ്ടേ? അതെ, ഇതോ അതിന്റെ ഒരു ടയർ പൊങ്ങിയിരിക്കുക നമുക്ക്. അതെ, എന്താ സംഭവിച്ചവിടെ? അതെ, ഇന്നത്തേക്കുള്ള കാര്യം തീരുമാനമായി. ആ മതിലിടിച്ച് കയറ്റിയോ? ഇങ്ങോട്ട് വരുന്ന ബസിന്റെ ബോർഡ് അച്ചൻകോവിലാണ്. ആ അതാ, അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചൻകോവിൽ. ബോർഡ് മാറ്റാൻ മറന്നായിരിക്കും. കാത്തടിച്ച് ചെന്ന് കയറി കിടക്കും. ആ അവന്റെ ഇടയ്ക്കൂടെ പോണേ. ഓ എന്താ തള്ളി നീക്കുന്നു? ഓ അവിടെ ഇടിച്ച്. അതെ, ഓ കാര്യമായി നമ്മളെല്ലാം ഇടിച്ചിരുന്നു. ഓ അവിടൊക്കെ എന്താ ഒന്നും കേറുന്നില്ലേ? അതെ, കുഴി വല്ലതും ഉണ്ടോ? ബ്ലോക്കോ? നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല, കാരണം നമ്മുടെ മുമ്പിൽ വലിയ സാധനം ഇല്ലയോ, നമ്മളതിന്റെ ബാക്കിൽ നിൽക്കത്തുള്ളൂ. ഡോക്ടർക്ക് വണ്ടി എടുക്കാൻ അറിയത്തില്ല തോന്നുന്നു. ഡോക്ടർ എവിടെ? ബസ്സുകാരനും മറ്റേ ടെമ്പോക്കാരനും. ഓ കേട്ടില്ല, മിസ്സായി. എങ്കിൽ നീ ഒന്ന് പറഞ്ഞേ, എന്തുവാ വിളിച്ചേന്നു? നീ കേട്ടെങ്കിൽ ഈ ഗ്ലാസ് ഇട്ട കാറിനകത്ത്. ആ മതി നിർത്തിക്കോ നിന്റെ. എവിടെയെങ്കിലും ഒന്ന് വെള്ളം കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര മഴ കഴിച്ച്, ഭയങ്കര മഴ. നമുക്ക് മഴ തോന്നു കഴിയുമ്പം വെള്ളം കിടന്നിട്ട് നമുക്ക് ഇറങ്ങാം. മഴയാണ് ഗൈസ്, മഴയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു കുട മാത്രമേ ഉള്ളൂ. അതിൽ കുഞ്ചോ നനയാതെ, തല നനയ്ക്കാതെ, പിടിച്ചോനെ ഉണ്ണിയേട്ടാ.
അവന്മാരെടുത്ത് വഴക്ക് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവന്മാർ മിക്കവാറും അതിനകത്ത്. പക്ഷെ വെള്ളം മൊത്തം ഉണ്ടല്ലോ, അഴുക്ക. എനിക്കൊന്ന് ഇവിടെ നന്നായിട്ട് മഴ പെയ്തില്ല. എന്നെ കാണിച്ചേ ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ അവന്മാർക്ക് തോർത്തും ഒക്കെ പാൻറ്റും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. എവിടുന്ന സൗണ്ട്? എന്തുവാണ് എടുത്ത് കളഞ്ഞ? നിന്റെ ചെരുപ്പ് വല്ലതും ആണോ? കുഞ്ചു വെറുതെ തല നനച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അകത്ത് കയറ്റും. ആ വാ വാ വാ, ഞങ്ങള് പോവാ. ഇതാ വെള്ളം ഒരുമാതിരി കലങ്ങി വരുന്ന വെള്ളവുവാ. അതാരെടുത്ത് എറിഞ്ഞേ? ഓ ഷിറ്റ്. ഓ ഇത് ആരാണ് അത് ആദ്യം എറിഞ്ഞ് വീഴ്ത്തുന്നത് നോക്കാം. ഓ ഏട്ടൻ്റെത് ഇങ്ങനെ. ചേച്ചി അങ്ങോട്ട് അയ്യത്തോട്ടിരുന്നേ. ഏട്ടൻ പോടാ, കഴിഞ്ഞ് അവന്റെ മത്സരം. അടുത്ത് നിന്നല്ല, ദൂരെ നിന്നറിയണം. ഓ ഇതാ എവിടുന്നൊക്കെയാ വരുന്നേ? ഓ വീണ്ടും ദിലീപ്. അതെ അങ്ങനെ റോഡിലോട്ട് എടുത്തറിയല്ലേ കുഞ്ചോ? അറിയടാ കുഞ്ചു കുഞ്ചു മിത്തുവിന്റെ മണ്ടക്കായിരിക്കും വീഴുന്നത്. ഓ അവൻ അവിടെ കല്ലുണ്ടായിരുന്നു. നല്ല കോല നിക്കുന്ന ഞങ്ങളെ കടന്നിട്ട് ഗൈസ്. നല്ല കോലത്തിൽ നിൽക്കുന്ന ഞങ്ങളെ കാണുന്നുണ്ട് ഗൈസ്. ഇത് പുതിയ മോഡലാണ്. അതെ മോനെ മോനെ കാണിച്ചെടുത്ത് വീഴും കുഞ്ചോ. കാഞ്ചി വാ വാ വാ, പോവാം പോവാം പോവാം. മതി മതി മതി. ഇനി തിരിച്ചു പോവുകയാണ് നമ്മൾ. വരൂ. പക്ഷെ മഴ കുറഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുറച്ചും കൂടി നല്ല കിടിലം വെള്ളമുണ്ട്. പക്ഷെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അങ്ങനെ ഇറങ്ങും ഇവിടെ. ഓ ഇവിടെ വഴിയുണ്ട്, ചെറിയ വഴിയാണ് നമുക്ക്. എൻ്റെ അമ്മച്ചിയെ ഓ അടിപൊളി. സൂപ്പർ. ഫോട്ടോഷൂട്ട് നടക്കുന്നു, വെള്ളത്തിൽ കളി നടക്കുന്നു. എൻ്റെ ഫോട്ടോ എടുക്കണം. ഓ അടിപൊളി അടിപൊളി. മഴ തോന്നല്ലയോ മോനെ? അങ്ങോട്ട് അറിയരുത്, അതങ്ങ് പോവും. അതങ്ങ് കാഞ്ചി മൊത്തത്തിൽ നനഞ്ഞ്. എടാ കുഞ്ചു തോർത്ത ഒഴുകി പോവും മോനെ. അത് ഈ കാണുന്ന കണക്കല്ല, നല്ല തെറ്റലും ഉണ്ട്. ആ ഞാൻ മുമ്പേ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതി ഇത് കാണത്തില്ലെന്ന്, എന്തുവാ ആഴം കാണത്തില്ലെന്ന്. ചവിട്ടിയപ്പോൾ അങ്ങ് വീഴാൻ പോയി.
ആന്നോ? കൈ കൊണ്ട് മീനെ എടുക്കും. ആ പോവാ. കുഞ്ചു പോവാം. അപ്പം നമ്മൾ പോവുകയാണ്. ഇനി കാലൊക്കെ തുടച്ച്. ചേച്ചി ആ തോർത്തിങ് തരണേ. അല്ല താണ്ട് ഇവിടെ ഉണ്ട്. എടാ മോനെ ആ തോർത്തിങ് ആ കാല് തുടക്കട്ടെ, അല്ലെങ്കിൽ ഷൂവിനകത്ത് അത്രയും മണ്ണാവും. ഏട്ടാ ആ കാഞ്ചി ഒന്ന് കൊണ്ടുപോ. അപ്പം തിരിച്ചു കയറട്ടെ. എന്താ ഇത് ഓടിപ്പോവാത്തേ? സ്ഥിരമായിട്ടിങ്ങനെ അതെ പോസ് ചെയ്യാൻ വേണ്ടി നിക്കുന്ന. അമ്മ ഈ വീഡിയോ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കും. അത് ഉണ്ണീസ് ഫോട്ടോ എടുത്തോളൂ. ഒരെണ്ണം എടുത്താൽ മതി. അതെ ദാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുക. ഇവിടെ തോണ്ടേ മലയണ്ണാൻ പിള്ളേരെ. പോയോ? ഓ മയില് നോക്കുന്നു എന്നെ നിങ്ങൾ എടുക്കുന്നില്ലേ? കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്താൽ മുന്നേട്ടാ. അങ്ങനല്ല, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി എടുക്കടേ. അപ്പൊ ചിലപ്പോ പേടിച്ചോടിയാലോ. അതിന്റെ അടിപൊളി. അതെ എന്തൊരു കളറ്. നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നേക്കുകയാണ്. വരുന്ന വഴിക്ക് തന്നെ നിറയെ മയിലുകൾ. എത്ര മയില എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് നിറച്ച്. ബാക്കിൽ മഞ്ഞും ഒക്കെ ആയിട്ട്. ഓ അടിപൊളി. 1 2 3 4 5 6 7 മൈൽ. ബാക്ക് സൈഡിൽ ഫോഗ് ഒക്കിടിലും. ചെറിയ ചാറ്റം മഴ. ഓണ്ട പറന്ന് കയറി. പഴംപൊരിയും കൂടെ അല്ലേ? ചെറിയ തണുപ്പും ചാറ്റം മഴയും മഞ്ഞും ചൂട് കട്ടൻ ചായയും പഴംപൊരിയും. ഒന്നും നില്ല് മയിലേ, ഞാൻ ഒരു വീഡിയോ എടുത്തോട്ട് മയിലേ. ഇത്രയും അടുത്ത് വന്നില്ലയോ? പറന്ന് പൊക്കളയല്ലേ. ഒന്നും നില്ല് മയിലേ, പ്ലീസ് പ്ലീസ്. ഇത്രയും അടുത്ത് വന്നില്ലേ, പോവല്ലേ. കഷ്ടമുണ്ട്. തിരിച്ചു വന്ന് കൊത്തുകയും ചെയ്യല്ലേ. അവരൊക്കെ ചാടി വരുന്നു. പറന്ന് പോ. റിസോർട്ടോ? ആ ഒരു കാലാവസ്ഥ മാറി. കാലാവസ്ഥയും മാറി, മാറി. ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കാറ്റാ. അതിൻ്റെ ഒരു വലിവ് പഞ്ഞിമരം. കാട് ഇപ്പൊ കാടിന്റെ ഇതങ്ങ് മാറി. എന്തോ ടണലോ? അതിന്റെ ആണോ? ആ ഭാഗമൊക്കെ ഒരു കുരങ്ങിരിക്കുന്നുണ്ട്. കുരങ്ങ് എത്ര കുരങ്ങാ നോക്ക്. അങ്ങനെയാണ് മറ്റേ തിരുവനന്തപുരത്ത് നമ്മളില്ലേ ട്യൂബിനകത്തോട് പോകുന്ന. ആ അതാ ഒരുമാതിരി ചെവിക്കൊരു ഊത്തല്. ആ അതാ ഇപ്പം മറ്റേത് ഒരു മഴക്കോള് പിടിച്ച് ഒരു ഇരുട്ട്. ആ അതേ ഇതായിരുന്നു. എന്ത് എനിക്ക് അങ്ങോട്ട് രണ്ട് മാങ്ങ എറിഞ്ഞിട്ടോ. ഒന്നൂടെ എറിഞ്ഞിട്ടോ പ്ലീസ്. എന്റെ മേത്തോട്ട് കല്ല് വരല്ലേ.
മറിയുകയാണ്. അതെ, യു ക്യാൻ. എവിടെ കല്ല് വീഴുന്നില്ല താഴെ. അയ്യോ കാറ്റ് ഭയങ്കര. അയ്യോ മതി, ഉള്ളതും കൊണ്ട് പോവാം. വാ, എത്ര എണ്ണം കിട്ടി നോക്കട്ടെ. മൊത്തത്തിൽ 1 2 3 4 അഞ്ചേട്ടാ. മതി, എത്ര മതി. വാ, കണ്ടോ കുഞ്ചു? അങ്ങോട്ട് മാങ്ങയുടെ തോട്ടവാ, മാന്തോട്ടം. നമ്മൾ മലയിറങ്ങി വന്നു സുന്ദരപാണ്ടിപുരം പോകുന്ന റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായത്. എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലം. ഇതുപോലെ ഭംഗിയുള്ള സ്ഥലം നമ്മളെ അടുത്തൊന്നും വേറെ ഒന്നുമില്ല. ഓ, അടിപൊളി. അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന ആ മലയാണ്. അയ്യോ, ആ അമ്പലത്തിന്റെ പേരെന്തുവായിരുന്നു? നമ്മള് തിരുമലക്കോവിൽ. ഇവിടാണ് നമ്മുടെ എന്താണ് പുഷ്പ സിനിമ ഷൂട്ട് ചെയ്തത്. ഇവിടെ മുടി പറപ്പിക്കാൻ എളുപ്പമാണെന്ന്. അതെന്താണ്? ദോ വരുന്നുണ്ടോ, പശുവിനെ കൊണ്ട് വരുന്നുണ്ടോ? അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്ത് ഇറങ്ങല്ലേ കുഞ്ഞാ. അകത്തെന്തോ കൃഷിയാണ്, അത് അകത്ത് ചവിട്ടരുത്. അകത്ത് ചവിട്ടിയല്ല, അവര് വന്ന് വഴക്ക് പറയും. ഓ, അത് നോക്കിക്കേ, പശു വരുന്ന നോക്കിക്കേ. മണിയടി ശബ്ദം കേൾക്കുന്നുണ്ടോ? എവിടെ ഇടിച്ച്? തനി ഗ്രാമീണ സൗന്ദര്യം അല്ലേ? അതെ, ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. നമുക്കിനി നേരെ തിരുമലക്കോവിലോട്ട് പോകാം. ഇനി അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് വരുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.